ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇഷ്ടഭക്ഷണം ഒരുക്കി നൽകാൻ കഴിയാത്ത രക്ഷിതാക്കൾക്കും രുചി വൈവിധ്യം ഒരുക്കിയാലും കഴിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾക്കും ഒരേ സമയം ആശ്വാസം നൽകുന്നതാണ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഒരുക്കി നൽകുന്നത്. ഇതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നിട്ടിറങ്ങാൻ സാമൂഹ്യക്ഷേമ സംഘടനകൾ നടത്തുന്ന ശ്രമങ്ങൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി VKC ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. SP ബാലസുബ്രഹ്മണ്യത്തിന് 70ാം പിറന്നാളിൽ ആരാധകരുടെ സംഗീതാർച്ചന. തുടർച്ചയായി 70 ഗാനങ്ങൾ ആലപിച്ച് ഗായകൻ മനോജ് ഗിന്നസ് റെക്കോർഡിലേക്ക്. ജലാശയ ദുരന്തങ്ങൾക്ക് തടയിടാൻ ജലരക്ഷാ പദ്ധതിയുമായി ഫയർഫോഴ്സ്. വാർത്തകൾ വിശദമായി. കാര്യക്ഷമമായ പഠന നിലവാരത്തിന് പ്രഭാത ഭക്ഷണം അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നല്ലളം അരീക്കാട് ALP സ്കൂളിൽ പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. VKC ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരമൊരു പരിപാടിക്ക് തുടക്കമിട്ടത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മനസ്സ് എന്നതിനേക്കാളുപരി ശരീരത്തിന്റെ നിലനിൽപ്പ് ആവശ്യമാണ്. അതിന് ഭക്ഷണക്രമത്തിലെ കൃത്യത പാലിക്കുക തന്നെ ചെയ്യണം. പ്രഭാത ഭക്ഷണം ദിനചര്യയുടെ ഭാഗമാക്കുക. അത് വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ചയെയും ശാരീരിക വളർച്ചയെയും സ്വാധീനിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തിരിച്ചറിവിൽ നിന്നാണ് VKC ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അരീക്കാട് നല്ലളം ALP സ്കൂളിലെ 400 കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകിയത്. ചടങ്ങ് കോഴിക്കോട് മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാര്യക്ഷമമായ പഠന നിലവാരത്തിന് പ്രഭാത ഭക്ഷണം അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സ്കൂളുകളിൽ ആരംഭിക്കുന്നതെന്നും ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്ക് രാവിലെ ഭക്ഷണം കൊടുക്കുക പറഞ്ഞാൽ ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം കുട്ടികളുടെ ഈ സ്റ്റാൻഡേർഡ് തന്നെ കൂടും. കാരണം കുട്ടികളിപ്പം അത്യാവശ്യം എല്ലാ വീട്ടിലും ഭക്ഷണം ഉണ്ടാവും. എന്നാൽ സമയത്തിന് കുട്ടികൾക്ക് രാവിലെ പലപ്പോഴും കഴിക്കാതിരിക്കാൻ പോകും. കുട്ടികൾ ഭക്ഷണം വീട്ടിൽ നിന്ന് ശരിയായിട്ട് പലരും കഴിക്കില്ല. അതെന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് തെറ്റി അവസാനം കഴിക്കാതെ പോകുന്ന സ്ഥിതിയുണ്ടാകുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ശരിക്കും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന നിലവാരം അത് വളരെ നമ്മൾ ശരിയായിട്ട് കണക്കെടുത്ത് നോക്കിയാൽ വളരെ മോശമായിരിക്കും. അപ്പൊ അതേ സമയത്ത് നമ്മൾ ഇവിടെ സ്കൂളുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾ ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇഷ്ടംപോലെ കഴിക്കും. ആ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗകര്യമുണ്ടല്ലോ. പുട്ടും ഇഡ്ഡലിയും ചപ്പാത്തിയും ദോശയും അടങ്ങിയ പ്രാതലുകളായിരിക്കും ഇനി കുട്ടികൾക്ക് നൽകുക. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സഹകരണത്താലാണ് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനും വേണ്ട പാത്രങ്ങൾ VKC ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ് സ്കൂളിന് നൽകിയത്. ചടങ്ങിൽ മുൻ കൌൺസിലർ നസീബയും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും നാട്ടുകാരും പങ്കുചേർന്നു. വാട്ടർ അതോറിറ്റിയുടെ അമിത ബിൽ പിൻവലിക്കുക, ഗാർഹിക പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വട്ടാമ്പുയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. അത്താണിക്കൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് വർവ പ്രസിഡന്റ് പ്രശാന്ത് കളത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റിയുടെ അമിത ബിൽ പിൻവലിക്കുക, ഗാർഹിക പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. വട്ടാമ്പൊയിൽ തോട്ടൂളിപ്പാടം, എണ്ണപ്പാടം, മനന്തലപ്പാലം, ഫ്രാൻസിസ് റോഡ്, കുണ്ടുങ്ങൽ, ഇടിയങ്ങര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈയിടെയായി വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് സാധാരണ അടയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഭീമമായ തുകയുടെ ബില്ലുകളാണ് ലഭിക്കുന്നത്.
വർഷങ്ങളായി 100 രൂപയിൽ താഴെ മാത്രം ബില്ല് വരുന്നവർക്ക് ഇപ്പോൾ 10,000ങ്ങളുടെ ബില്ലുകളാണ് വരുന്നത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അധികാരികൾക്ക് നിവേദനം സമർപ്പിച്ചുവെങ്കിലും യാതൊരു അനുകൂല നിലപാടും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, രേഖാമൂലമുള്ള മറുപടിയും ലഭിച്ചില്ല. തങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ജലത്തിന് അമിത ചാർജ് അടയ്ക്കുവാൻ നിർബന്ധിക്കുന്ന നിലപാടാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥതല വീഴ്ച ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് പ്രതിഷേധത്തിൽ അണിനിരന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതീകാത്മകമായി വാട്ടർ അതോറിറ്റി ബിൽ കത്തിച്ചു. അത്താണിക്കൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് വർവ പ്രസിഡന്റ് പ്രശാന്ത് കളത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥതല വീഴ്ച ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചതെന്നും ആവശ്യമായ നടപടികൾ പോലും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നടപടി വാട്ടർ അതോറിറ്റി പിൻവലിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ പേരിലാണ് സമരത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇന്നലെ നമ്മൾ പ്രതിഷേധ ജ്വാല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉപയോഗിച്ച ജലത്തിനു മാത്രം ബില്ലിടണമെന്ന ആവശ്യം പലതവണ ഉന്നയിച്ചെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾക്ക് അസോസിയേഷൻ നേതൃത്വം നൽകിയത്. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ BV മുഹമ്മദ് അഷ്റഫ്, ഡോക്ടർ ഉമ്മർ കോയ, PV കോയ, ഭാഷ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാനചക്രവർത്തി SP ബാലസുബ്രഹ്മണ്യത്തിന് തന്റെ 70 ഗാനങ്ങൾ സമർപ്പിച്ചാണ് ആരാധകനായ K മനോജ് കുമാർ വ്യത്യസ്തമായ പിറന്നാൾ സമ്മാനം നൽകിയത്. SPBക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേർന്നാണ് ടൌൺഹാളിൽ ഇളയനില പൊഴികിറത് എന്ന പേരിൽ ഗാനാർച്ചന നടന്നത്. മധുരപ്രിയരായ കോഴിക്കോട്ടുകാർക്ക് കലാസ്വാദനത്തിന്റെ പുത്തൻ സ്വാദും നുകർന്നു നൽകിയാണ് ഗാനചക്രവർത്തി ഡോക്ടർ SP ബാലസുബ്രഹ്മണ്യത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നേർന്ന് ഗാനാർച്ചന നടന്നത്. ഇളയനില പൊഴികിറത് എന്ന ഗാനപരിപാടിയിൽ SP ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം നിരവധി സംഗീതവേദികളിൽ പങ്കെടുത്ത കോഴിക്കോട് സ്വദേശി K മനോജ് കുമാറാണ് പ്രധാന ഗായകൻ. SPBയുടെ 70ാം പിറന്നാളാഘോഷത്തോടനുബന്ധിച്ചാണ് ഇദ്ദേഹത്തിന്റെ 70 ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് ഗാനാർച്ചന സംഘടിപ്പിച്ചത്. കാതൽ റോജാവേ, നിലാവേ വാ, പനിവെഴും മലർവനം, വണ്ണം കൊണ്ട വെണ്ണില, എൻ കാതലെ, തേരേ മേരെ ബീച്ച് മേം, എങ്കേയും എപ്പോതും, തുംസെ മിൽനെ തുടങ്ങി നിരവധി പ്രസിദ്ധ ഗാനങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി മനോജ് ആലപിച്ചത്. പ്രശസ്ത കീബോർഡിസ്റ്റ് ഡൊമിനിക് മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗാനാർച്ചനയ്ക്ക് മാറ്റുകൂട്ടിയത്. കീബോർഡ് സുശാന്ത്, രജീഷ്, അനീഷ് മോഹനും, ഗിത്താർ ശശി കൃഷ്, സോമൻ, ജോയ് എന്നിവരും, തബല സന്തോഷ്, വിനോദ്, രാജേഷ്, രാമകൃഷ്ണൻ എന്നിവരും, റിതം ഷിജിൻ, മനോജ്, ഷൈജു, പീതാംബരനും, ഓടക്കുഴൽ നിഖിൽ റാവു, അഭിജിത്ത് തുടങ്ങിയവരും സംഗീത വിരുന്ന് ശ്രദ്ധേയമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ പാലത്ത് ആന ഇടഞ്ഞത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. വളയനാട് ദേവി ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടന്ന ഉടവാൾ എഴുന്നള്ളിപ്പിനിടെയാണ് ആന ഇടഞ്ഞത്. ആനയുടെ മുകളിലുണ്ടായ പൂജാരി ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. 2 ഗുഡ്സ് ഓട്ടോ, 2 ബൈക്ക് തുടങ്ങിയവ ആന പരാക്രമത്തിനിടെ തകർത്തു. അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കി വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് വെള്ളിമാടുകുന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ജീവനക്കാരുടെ പ്രതീക്ഷ. മിഷൻ 676 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കുട്ടികൾക്ക് കോഴിക്കോട്ട് നീന്തൽ പരിശീലനത്തിന് തുടക്കമിട്ടു. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഓടിയെത്തുന്ന ഫയർ സ്റ്റേഷൻ ജീവനക്കാരെ കുറിച്ച് മാത്രമേ നാം കേട്ടിട്ടുള്ളൂ. എന്നാൽ വെള്ളിമാടുകുന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ജീവനക്കാർ വ്യത്യസ്തമായ പദ്ധതിയുമായാണ് മുന്നിട്ടിറങ്ങിയത്. അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കി വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് ജീവനക്കാരുടെ പ്രതീക്ഷ. ഇതിനായി മിഷൻ 676 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 വയസ്സിന് മുകളിലുള്ള സ്കൂൾ കുട്ടികൾക്കാണ് കോഴിക്കോട് നീന്തൽ പരിശീലനം നൽകിയത്. ജലരക്ഷാ പദ്ധതി എന്ന പുതിയ സംരംഭത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ, ട്രെയിനിങ്ങുകൾ എന്നിവയും നൽകുന്നുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ജലാശയ ദുരന്തങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതും ജീവഹാനി സംഭവിക്കുന്നതും പുതുതലമുറക്കാർക്കാണ്. ഇതിനൊരു മാറ്റമുണ്ടാക്കാൻ പുതിയ പദ്ധതിക്ക് സാധിക്കുമെന്ന് കോഴിക്കോട് അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ അരുൺ ഭാസ്കർ പറയുന്നു. പദീപ് കുമാർ സാർ MLA വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. അദ്ദേഹം അറേഞ്ച് ചെയ്ത സ്വിമ്മിംഗ് പൂളാണ് നമുക്കിവിടെ കിട്ടിയത്. NGO ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ
12-24 കുട്ടികളെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജലരക്ഷാ പദ്ധതി എന്ന പേരിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. 8 തൊട്ട് 10 വരെയുള്ള കുട്ടികളുണ്ട്. പിന്നെ അവർക്ക് ട്രെയിനിങ് മാത്രമല്ല, നമ്മൾ അവരെ നീന്താൻ പഠിപ്പിക്കും. സ്വയരക്ഷ മാത്രമല്ല, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജില്ലയിൽ തന്നെ നടന്ന നിരവധി ജലദുരന്തങ്ങളിൽ ഇരയായത് കുട്ടികളടക്കമുള്ളവരാണ്. ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ മാത്രമാണ് സമൂഹത്തിന്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിയുന്നത്. ഇത്തരം സമീപനങ്ങൾ മാറി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറും സംഘവും പ്രയത്നിക്കുന്നത്. നീന്തൽ പരിശീലനത്തിലെ ആദ്യഘട്ടം 24 കുട്ടികളെ ഉൾപ്പെടുത്തിയാണ്. മികച്ച പരിശീലകരുടെ നേതൃത്വത്തിൽ ചിട്ടയോടെയാണ് ക്ലാസുകൾ നടക്കുക. നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂൾ പരിസരത്ത് നടന്ന പരിപാടി എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഡിവിഷണൽ ഓഫീസർ അരുൺ അൽഫോൺസ്, വെള്ളിമാടുകുന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് പി, ഷെജിൽ കുമാർ, സജിത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന ദുരന്തമുഖങ്ങൾക്ക് തടയിടാൻ തങ്ങളുടെ എളിയ ശ്രമം വിജയകരമാകുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ജസ്രാജ് ആദ്യമായി കോഴിക്കോട്ടെത്തുന്നു. കലാ സംഘടിപ്പിക്കുന്ന ഗോകുലോത്സവ് എന്ന പരിപാടിയിൽ ജസ്രാജ് സംഗീത കച്ചേരി അവതരിപ്പിക്കും. ജനുവരി 15-ന് കോഴിക്കോട് ടാഗോർ ഹാളിലാണ് സംഗീത പരിപാടി. പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പത്മവിഭൂഷൺ പണ്ഡിറ്റ് ജസ്രാജ് ആദ്യമായാണ് പരിപാടിക്കായി കേരളത്തിലെത്തുന്നത്. കലാ സംഘടിപ്പിക്കുന്ന ഗോകുലോത്സവം 2016 അദ്ദേഹം പാടുമെന്ന് ശിഷ്യനായ രമേശ് നാരായണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാര്യം ഹിന്ദുസ്ഥാനി ആയാലും കർണാടക സംഗീതമായാലും ആത്മാവിലേക്ക് ചെല്ലുന്ന ഒരു സംഗീതമുണ്ട്, സോൾ ടു സോൾ. അതാണ് സംഗീതം. ആ സംഗീതമാണ് മഹാഗുരുജി പൂജ്യ ഗുരു പണ്ഡിറ്റ് ജസ്രാജിയുടേത്. 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഗീത കച്ചേരിയിൽ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യരായ തൃപ്തി മുഖർജി ഹാർമോണിയത്തിലും പണ്ഡിറ്റ് രത്തൻ മോഹൻ ശർമ്മയും രമേശ് നാരായണനും വായ്പാട്ടിലും ആദിത്യ നാരായണൻ ബാനർജി തബലയിലും അകമ്പടി നൽകും. ചടങ്ങിൽ മേവതി സ്വാതി കലാഗ്രാമത്തിന്റെ ഉദ്ഘാടനം പണ്ഡിറ്റ് ജസ്രാജ് നിർവഹിക്കും. മേയർ VKC മുഹമ്മദ് കോയ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ മന്ത്രി KP മോഹനൻ ജസ്രാജിനെ ആദരിക്കും. പ്രവേശനം പാസിലൂടെ നിയന്ത്രിച്ചിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. ബനാറസ് ഉത്സവ് ബൈ കല്യാൺ സിൽക്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മകളെയും കൂട്ടിനിരുന്ന അമ്മയെയും കാണാതായ സംഭവത്തിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് കോപ്പാടിക്കണ്ടി രവീന്ദ്രൻ. ഭാര്യയെയും മകളെയും കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർമാർ അതിന് ഗുളിക കൊടുക്കണ്ടായിരുന്നു, ടെൻഷൻ കൊണ്ട് ഗുളിക കൊടുക്കുന്നുണ്ടായിരുന്നു. അതവൾ കുടിക്കില്ല. എനിക്ക് മാനസിക രോഗമില്ല പറഞ്ഞിട്ട് ഗുളിക കൊടുക്കില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കുന്ന അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പഠിച്ച് പോയതോന്നും അറിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 46-ാം വാർഡിൽ ചികിത്സയിലിരിക്കെയാണ് രവീന്ദ്രന്റെ മകളെയും ഭാര്യയെയും കാണാതാകുന്നത്. ചൈൽഡ് ലൈൻ പാലിയേറ്റീവ് പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഇവരെ ആരും അന്വേഷിച്ചിട്ടില്ല. കാണാതായ അന്നു തന്നെ രവീന്ദ്രൻ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ കേസിന് യാതൊരു തുമ്പുമുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് രവീന്ദ്രനും സഹപ്രവർത്തകനും പറഞ്ഞു.
ഭാര്യയും മകളും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്വന്തം നിലയിലും അന്വേഷണം നടത്തി. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൈവിക മാലിന്യ സംസ്കരണത്തിലൂടെയും ജൈവ കൃഷിയിലൂടെയും ശ്രദ്ധേയമാവുകയാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി. ഹെഡ് നഴ്സ് പ്രേമയുടെ നേതൃത്വത്തിലാണ് ആശുപത്രി വളപ്പിൽ കൃഷി നടത്തുന്നത്. രോഗി പരിചരണത്തോടൊപ്പം ഇവർ തുടരുന്ന കൃഷിരീതി മറ്റുള്ളവർക്കും മാതൃകയാക്കാവുന്നതാണ്. ആശുപത്രി പരിസരം ഭക്ഷണാവശിഷ്ടങ്ങളും ചപ്പുചവറുകളും കൊണ്ട് നിറഞ്ഞ് കടുത്ത ദുർഗന്ധം വമിക്കുന്ന കാലത്തു നിന്നും മാറി ഉപയോഗമല്ലാത്തവയും മാലിന്യമാവുന്നതിനു മുൻപ് തന്നെ വേർതിരിച്ച് ചാണകവും വാഴയില, വൈക്കോൽ മുതലായവ ഉപയോഗിച്ച് ജൈവികമായ രീതിയിൽ നിർമ്മിക്കുന്ന തുങ്കൂർ മോഡൽ മാലിന്യ സംസ്കരണമാണ് ഇവിടെ തുടങ്ങിയത്. ഇതിൽ നിന്ന് കിട്ടുന്ന ജൈവവളം ഉപയോഗിച്ച് ആശുപത്രിയുടെ പിറകുവശത്ത് ആദ്യം നേന്ത്രവാഴയും കദളിയും മൈസൂർ വാഴയും കപ്പയും നട്ടു. പിന്നെ കൃഷിഭവനുമായി ചേർന്ന് നിലമൊരുക്കി ചീരയും വഴുതിനിയും തക്കാളിയും വെണ്ടയും പച്ചമുളകും പയറും കോവയ്ക്കയുമൊക്കെ ധാരാളമായി വിളഞ്ഞു. ഡോക്ടർമാരും ജീവനക്കാരും തന്നെയാണ് ഇവ വാങ്ങിക്കുന്നത്. ആദ്യമേ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. ലാബിന്റെ ടെറസിലും കൃഷി ചെയ്യുന്നുണ്ട്. വെള്ളരിയും വഴുതിനിയും വെണ്ടയും നല്ല കാന്താരിമുളകും ചീരയുമൊക്കെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഹെഡ് നഴ്സായ പ്രേമവല്ലിയാണ് ഈ കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ചാണകവും വൈക്കോലും ഈ ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ചാണകവും വൈക്കോലും ഇട്ടിട്ട് തുങ്കൂർ മോഡലിലൊരു വളപരിപാടി തുടങ്ങിയതാ. അപ്പോഴാണ് ആ വളം ഇതിലേക്കായിട്ട് ഉപയോഗപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് പച്ചക്കറി കൃഷി കഴിഞ്ഞ വർഷം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരുപാട് പച്ചക്കറി ഉണ്ടാക്കിയിരുന്നു. രോഗികളെ പരിചരിക്കുന്നത് പോലെ തന്നെയാണ് ഇവർ കൃഷിയും പരിപാലിക്കുന്നത്. കാലത്തും വൈകിട്ടും നന്നായി നനയ്ക്കണം. കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് കാന്താരിമുളകും ഗോമൂത്രവും കൂടി ഉണ്ടാക്കിയ കീടനാശിനിയാണ് തളിക്കുന്നത്. രോഗികളെ പരിചരിക്കുന്നതോടൊപ്പം പച്ചക്കറിയെയും കാത്തുസൂക്ഷിക്കുന്ന ഈ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെ സമൂഹത്തിനെ മാതൃകയാക്കാവുന്നതാണെന്ന് ഹെഡ് നഴ്സ് പ്രേമ പറയുന്നു. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പുറത്താക്കിയ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PV മോഹനനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ബെഫി നേതൃത്വത്തിൽ സംഘടന സ്വാതന്ത്ര്യ സംരക്ഷണ ദിനം ആചരിച്ചു. ബാങ്കിന്റെ പ്രധാന ശാഖയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗം AK രമേശ് ഉദ്ഘാടനം ചെയ്തു. PV മോഹനനെ 6 മാസം മുൻപ് അന്യായമായി പിരിച്ചുവിട്ടതിനെതിരെ നടന്ന പണിമുടക്കിനൊടുവിൽ ആഭ്യന്തരമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ബാങ്ക് അധികൃതർ ഒപ്പിട്ട ധാരണാപത്രം അനുസരിച്ചുള്ള തീർപ്പ് ഇനിയും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ഇതരവർഗ ബഹുജന സംഘടനകൾ അംഗങ്ങളായ സമിതി 1 മുതൽ ധനലക്ഷ്മി ബാങ്കിന്റെ തൃശൂർ ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭത്തിലാണ്. ഇതിന് പിന്തുണയർപ്പിച്ചും അന്യായ പിരിച്ചുവിടൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സംഘടനാ സ്വാതന്ത്ര്യ സംരക്ഷണ ദിനം ആചരിച്ചത്. പ്രതിഷേധ പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗം AK രമേശ് ഉദ്ഘാടനം ചെയ്തു. C രാജീവൻ, M മുരളീധരൻ, ശിവദാസൻ, KV ജയരാജൻ, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. K വിജയൻ സ്വാഗതവും ധർമ്മദാസ് നന്ദിയും പറഞ്ഞു. 8ാമത് ഉത്തരമേഖലാ സേവക് നഴ്സറി കലോത്സവം ഫെബ്രുവരി 19, 20 തീയതികളിൽ SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കും. 3 വേദികളിലായി 15 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. കലോത്സവത്തിന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. സേവക് പുതിയറ കലാ സാംസ്കാരിക രംഗത്ത് 36 വർഷം പിന്നിടുകയാണ്. സേവകിന്റെ 8ാമത് നഴ്സറി കലോത്സവം ഫെബ്രുവരി 19, 20 തീയതികളിൽ SK പൊറ്റക്കാട്ട് സാംസ്കാരിക നിലയത്തിലെ 3 വേദികളിലായി നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. കവിത മലയാളം, നാടോടി നൃത്തം സിംഗിൾ ഗ്രൂപ്പ്, ആംഗ്യപ്പാട്ട് ഗ്രൂപ്പ് സിംഗിൾ, മലയാളം ഇംഗ്ലീഷ്, കഥ പറയൽ ഇംഗ്ലീഷ് മലയാളം, പ്രച്ഛന്നവേഷം, സംഘഗാനം, ദേശഭക്തിഗാനം, ലളിതഗാനം, സിനിമാറ്റിക് ഡാൻസ് എന്നിങ്ങനെ 15 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. 8ാമത് നഴ്സറി കലോത്സവം ഫെബ്രുവരി 19, 20 തീയതികളിൽ SK പൊറ്റക്കാട് സാംസ്കാരിക നിലയത്തിലെ 3 വേദികളിലായിട്ടാണ് നടക്കുന്നത്. 15ഓളം ഇനം മത്സരമാണ് നടക്കുന്നത്. കവിത മലയാളം, നാടോടി നൃത്തം സിംഗിൾ ഗ്രൂപ്പ്, ആംഗ്യപ്പാട്ട് ഗ്രൂപ്പ് സിംഗിൾ, മലയാളം ഇംഗ്ലീഷ്, കഥ പറയൽ മലയാളം ഇംഗ്ലീഷ്, പ്രച്ഛന്നവേഷം, സംഘഗാനം മലയാളം, ദേശഭക്തി ഗാനം ഗ്രൂപ്പ്, ലളിതഗാനം സിംഗിൾ, സിനിമാറ്റിക് ഡാൻസ്. കലോത്സവ വിജയത്തിന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. കോഴിക്കോട് റൂറൽ സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യ ശില്പശാല കൊടൽ GUP സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് റൂറൽ ഉപജില്ലാ സാഹിത്യ ശില്പശാല പന്തീരങ്കാവ് കൊടൽ ഗവൺമെന്റ് UP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
മനോജ് ഉദ്ഘാടനം ചെയ്തു. ഏകദിന ശില്പശാലയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ഉപജില്ലയിലെ 17 UP സ്കൂളുകളിൽ നിന്നും 10 ഹൈസ്കൂളുകളിൽ നിന്നുമായി 250 പരം കുട്ടികളാണ് വിവിധ കലാസാഹിത്യ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ഷബീർ മാസ്റ്റർ, ശ്രീജാവി, ശിവദാസ് പന്തിരങ്കാവ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ഗ്രീൻ വെയിൻ കോർഡിനേറ്റർ സംവിധാനന്ദ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് സംവിധാനന്ദ് മത്സര ഇനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ബുദ്ധി വികസിപ്പിക്കാനായിട്ടുള്ള ഒന്നാണ് എന്ത് സാഹിത്യം. സാഹിത്യത്തില് കുറെ നല്ല കവിതകളുണ്ട്. നിന്നെ തുഴത്തുമ്പിൽ താളമായി തിരിക്കുമ്പോള് മുടിയെട്ടും കോത്തുകെട്ടി വിരൽ നൂറാൽ കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ കിടക്കുമ്പോള് എന്റെ തുഴത്തന്നിൽ താളമിട്ട് കുതിക്കുമ്പോള്. കഥ, കവിത, തിരക്കഥ രചനകൾ, കവിത, നാടൻപാട്ട്, ആലാപന മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളാണ് ശില്പശാലയുടെ ഭാഗമായി കൊടൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്നത്. പദ്ധതികളുടെ എണ്ണക്കൂടുതൽ കോർപ്പറേഷന്റെ ധനവിനിയോഗത്തെ കാര്യമായി ബാധിക്കുന്നുവെന്ന് 5ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ BA പ്രകാശ് കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രോജക്ടുകളുടെ എണ്ണം കുറയ്ക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറായാൽ വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുമെന്ന് 5ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ BA പ്രകാശൻ പറഞ്ഞു. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ ഇത്രയും ലാർജ് നമ്പർ ഓഫ് പ്രോജക്ട്സ് ഈ പ്രോസസ് മുഴുവൻ നടത്തണം. സ്റ്റാഫുമില്ല, എഞ്ചിനീയറിംഗ് സ്റ്റാഫുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രോജക്ട്സ് മോശമായിട്ട് നടക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കൂടാതെ ജില്ലാ പഞ്ചായത്ത്, 3 ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ പ്രവർത്തനങ്ങൾ കമ്മീഷൻ വിലയിരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡുകൾ അനുസരിച്ച് പദ്ധതികൾ വീതിച്ചു നൽകിയാൽ മാത്രമേ പദ്ധതികൾ മെച്ചപ്പെടുകയുള്ളൂ എന്നും ഗൈഡ് ലൈൻ മാറ്റുക വഴി അവരുടെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും BA പ്രകാശൻ പറഞ്ഞു. കമ്മീഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി P പ്രദീപ് കുമാർ, അംഗം TK സോമൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ കലാ അധ്യാപക വിദ്യാർത്ഥികളുടെ സംഗമം യൂണിവേഴ്സൽ ആർട്സിൽ നടന്നു. കലാവിദ്യാർത്ഥി സമരസമിതി സംസ്ഥാന കൺവീനർ M പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കുവാൻ കലാപരിപാടികളുമായി സമരം നടത്തുമെന്ന് യൂണിവേഴ്സൽ ആർട്സിൽ ചേർന്ന കലാ അധ്യാപക വിദ്യാർത്ഥികളുടെ സംഗമം അറിയിച്ചു. അധ്യയന വർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും കലാ അധ്യാപകരെ നിയമിച്ച് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകാതെ പരീക്ഷ നടത്തുക വഴി കലാപഠനത്തെ പ്രഹസനമായി മാറ്റിയിരിക്കുകയാണ്. ഇത് കല ശാസ്ത്രീയമായി പഠിക്കുവാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ നിഷേധിക്കുന്നതും കല ഐച്ഛികമായി പഠിച്ച് തൊഴിൽരഹിതരായി നിൽക്കുന്ന ആയിരക്കണക്കായ കലാകാരന്മാരോടുള്ള അവഹേളനവുമാണെന്ന് യോഗം ആരോപിച്ചു.
കലാപഠനം സ്കൂളുകളിൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുക, കലാപഠനത്തിനായുള്ള ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 29-ന് SM സ്ട്രീറ്റിൽ സംഗമം നടത്തുമെന്നും യോഗം അറിയിച്ചു. വലിയ ക്യാൻവാസിൽ സംഘചിത്രരചന നടത്തിയും സംഘനൃത്തം, നാടൻപാട്ടുകൾ, നാടകം തുടങ്ങിയ കലാപരിപാടികളോടെയായിരിക്കും സമരം. യൂണിവേഴ്സൽ ആർട്സിൽ ചേർന്ന സംഗമം കലാവിദ്യാർത്ഥി സമരസമിതി സംസ്ഥാന കൺവീനർ M. പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൺവീനർ പ്രമോദ് കുമാർ അധ്യക്ഷനായിരുന്നു. PK പ്രഭാഷ്, ശ്യാം, പ്രമോദ് കുമാർ, ബബീഷ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒറ്റപ്പെടലിന്റെ വേദനകൾ മറന്ന് നിറപ്പകിട്ടാർന്ന പൊതുജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് കുരുന്നുകളുടെ ക്യാൻവാസിൽ വിരിഞ്ഞത്. കളിവാതിൽ 2016 ചിത്രരഥം ചിത്രപ്രദർശനമാണ് കുരുന്നു ഭാവനകൾ കൊണ്ട് കൌതുകമാകുന്നത്. സ്വപ്നങ്ങൾ നിറച്ചാർത്തൊരുക്കിയ ക്യാൻവാസുകളിൽ കുഞ്ഞുവരകൾ തീർക്കുകയാണ് കളിവാതിൽ 2016 ചിത്രരഥം ചിത്രപ്രദർശനം. വെള്ളിമാടുകുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുടെ രചനകളുമായാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം ആരംഭിച്ചത്. UT തിതിൻ രാജ് ട്രസ്റ്റാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളിൽ മാനസികാരോഗ്യ പോഷണത്തിനായി വെള്ളിമാടുകുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് കളിവാതിൽ 2015 കളിയും കാര്യവും എന്ന പരിപാടി ഒരുക്കിയിരുന്നു. ഇതിൽ ചിത്രകലയിൽ താൽപര്യമുള്ള കുട്ടികളെ കണ്ടെത്തുകയും ചിത്രകലാ അധ്യാപകനായ ഗുരുകുലം ബാബുവിന്റെ കീഴിൽ പരിശീലനം നൽകുകയും ചെയ്തു. ഇവരുടെ ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയുടെ ചുവർ അലങ്കരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലുള്ള 30-ലധികം കുട്ടികൾ 6 മാസത്തിനുള്ളിൽ വരച്ചതാണ് ചിത്രങ്ങൾ. കുഞ്ഞുവരകളിൽ സ്ഥാനം പിടിച്ചത് അവരുടെ സ്വപ്നങ്ങളാണ്. പുഴയും മലയും വീടുമെല്ലാം ചായമുടുത്ത് ക്യാൻവാസുകളിലുണ്ട്. ക്രയോണിലാണ് ഭൂരിഭാഗം ചിത്രങ്ങളും. മന്ത്രി MK മുനീറാണ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. 16 വരെയാണ് പ്രദർശനം. 16-ന് വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ MK രാഘവൻ MP ചിത്രങ്ങൾ വിറ്റുകിട്ടിയ തുക കളക്ടർ N. പ്രശാന്തിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചിത്രകാരന്റെ ഭാവനയിൽ പിറന്ന ഭൂമിയുടെയും പ്രകൃതിയുടെയും വിവിധ ഭാവങ്ങളാണ് നേക്കഡ് നാച്ചർ എന്ന ചിത്ര പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നത്. പ്രശാന്തൻ മുരിങ്ങേരിയുടെ ആദ്യ ചിത്ര പ്രദർശനത്തിനാണ് ആർട്ട് ഗാലറിയിൽ തുടക്കമായത്. പ്രശാന്തൻ മുരിങ്ങേരിയുടെ നേക്ഡ് നാച്ചർ ചിത്ര പ്രദർശനം കാഴ്ചക്കാർക്ക് വ്യത്യസ്താനുഭവമായി. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ നിരൂപകനും കവിയുമായ ഡോക്ടർ മൂസ്മേരി ജോർജ് മുഖ്യാതിഥിയായി. കവി രാംമോഹൻ പാലിയത്ത്, J. ബിന്ദുരാജ്, ജിനു KB തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ സ്വദേശിയായ പ്രശാന്തൻ മുരിങ്ങേരിയുടെ ആദ്യ ചിത്ര പ്രദർശനത്തിനാണ് ആർട്ട് ഗാലറി തുടക്കമായത്. ഭൂമിയെയും പ്രകൃതിയെയും കുറിച്ചുള്ള കവിയുടെ ഭാവനകളാണ് ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഭൂമിയുടെ വിവിധ ഭാവങ്ങൾ പകർത്താനാണ് കവിയുടെ പരിശ്രമങ്ങൾ. പ്രകൃതിയുടെ തിരിച്ചുവരവ് സ്വപ്നം കാണുകയാണ് ചിത്രകാരൻ. അത് തന്റെ ചിത്രങ്ങളിലൂടെ പകർത്തിയപ്പോൾ ആവിഷ്കാര ഭംഗി കൊണ്ട് ചിത്രങ്ങൾ വ്യത്യസ്തമായി. പ്രദർശനം 17-ന് അവസാനിക്കും. അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ വിജയം കൈവരിച്ച എസ്കാസോ ഇനി കോഴിക്കോട്ടും. ഉദ്ഘാടനം ജനുവരി 16-ന് നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. ജീവിത രീതിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തി അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ വിപ്ലവം സൃഷ്ടിച്ച എസ്കാസോ ഇനി കോഴിക്കോട്ടും പ്രവർത്തനം തുടങ്ങുന്നു. ജനുവരി 16-ന് രാവിലെ 11 മണിക്ക് സിനിമാ താരം കാവ്യ മാധവൻ ഇരഞ്ഞിപ്പാലം VP സ്പേസിൽ എസ്കാസോയുടെ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യും. പുതിയ യന്ത്ര സംവിധാനങ്ങളിലും വിദഗ്ധരായ സ്റ്റാഫിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നതാണ് എസ്കാസോയുടെ വിജയമെന്നും മാനേജിംഗ് ഡയറക്ടർ ഗ്രിൻഡോ ഡേവി പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 13ാം വാർഷികാഘോഷം ജനുവരി 16-ന് ശനിയാഴ്ച നടക്കുമെന്ന് പ്രിൻസിപ്പൽ ശോഭ മോഹൻ പറഞ്ഞു. പവനാത്മ കപ്പൂച്ചിൻ ട്രസ്റ്റ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ തോമസ് കരിങ്ങടയിൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സിനിമാ തിരക്കഥാകൃത്ത് TA റസാഖ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്നും സ്കൂൾ പ്രതിനിധികൾ പറഞ്ഞു. വടകര മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഹരിതാമൃതം 2016 കാക്കുക മണ്ണിന്റെ പുണ്യം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഫെബ്രുവരി 11 മുതൽ 16 വരെ ടൌൺഹാളിൽ വെച്ച് നടത്തും. കാർഷിക ആരോഗ്യ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള പഠന ഗവേഷണ പരിപാടികളാണ് മുഖ്യമായും സംഘടിപ്പിച്ചിരിക്കുന്നത്. സെമിനാറുകൾ, ഓപ്പൺ ഫോറങ്ങൾ, സമ്മേളനങ്ങൾ, പുസ്തക പ്രകാശനങ്ങൾ എന്നിവയ്ക്കൊപ്പം വിവിധമായ പവലിയനുകളും പരിപാടിയിൽ ഒരുക്കും. കാഞ്ചനമാല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി VKC ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. SP ബാലസുബ്രഹ്മണ്യത്തിന് 70ാം പിറന്നാളിൽ ആരാധകരുടെ സംഗീതാർച്ചന. തുടർച്ചയായി 70 ഗാനങ്ങൾ ആലപിച്ച് ഗായകൻ മനോജ് ഗിന്നസ് റെക്കോർഡിലേക്ക്. ജലാശയ ദുരന്തങ്ങൾക്ക് തടയിടാൻ ജലരക്ഷാ പദ്ധതിയുമായി ഫയർഫോഴ്സ്.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.